ഒരിക്കൽ കൊടുത്ത വാക്ക് നിഷേധിക്കുന്നതിലപ്പുറം ഗുരുതരമായ പാപം വേറെയില്ലെന്ന് അങ്ങേക്കറിയാം. മഹർഷിക്ക് നൽകിയ വാക്കിനെതിരായി പ്രവർത്തിച്ചാൽ അങ്ങയുടെ സത്പേര് കളങ്കപ്പെടും. അങ്ങയുടെ പുത്രന്മാർക്ക് ഈ ദുഷ്കീർത്തി സഹിക്കാൻ കഴിയുമോ? വാക്കിനനുസരിച്ച് പ്രവർത്തിക്കാൻ അങ്ങയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങയാൽ അനുഷ്ഠിക്കപ്പെട്ട ത്യാഗത്തിന്റെ ഫലമുണ്ടാവുന്നത് അവകാശപ്പെടാൻ അങ്ങയ്ക്കാവുകയില്ല. എന്തിനു വിസ്തരിക്കുന്നു? അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് അതൊരപമാനത്തിന്റെ വഴിയാണെന്ന് തോന്നുന്നു. അതിന്റെ ഫലമായി ഞങ്ങൾ തല കുനിക്കേണ്ടിവരും. ദശരഥൻ വാഗ്ദത്തലകനം ചെയ്തു എന്ന സംസാരം ശ്രവിക്കേണ്ടിവരും. ഇത് രാജവംശത്തിന്റെ കീർത്തിയുടെ മേൽ മായ്ക്കാനാവാത്ത കറുത്ത പുള്ളിക്കിത്താണ്. സ്വപുത്രന്മാരോട് അങ്ങയ്ക്കുള്ള സ്നേഹം അന്ധമാണ്. അത് വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല. ഈ സ്നേഹം ഞങ്ങളുടെ രക്ഷയല്ല, ശിക്ഷയാണ്. സത്യത്തിൽ അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ നേരെയുള്ള സ്നേഹം കൊണ്ട് ഇളക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഒരു തരത്തിലും അങ്ങയെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല. ഇതെല്ലാം അങ്ങയ്ക്കറിയാം. പുത്രസ്നേഹം അങ്ങയെ അജ്ഞതയുടെ വിഷവാതകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയിരിക്കുന്നു. അതിനാൽ ധർമ്മമെന്താണെന്നറിയാൻ വിഷമമായിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് ഭയത്തിന്റെ ഏറ്റവും ചെറിയ കണിക പോലുമില്ല. വിജയവധു ഞങ്ങളെത്തന്നെ വിവാഹം ചെയ്യും. ഇതിൽ സംശയിക്കേണ്ടതില്ല. ഞങ്ങളെ അനുഗ്രഹിച്ച് മഹർഷിയെ ഏൽപ്പിക്കൂ. രാമൻ ഇങ്ങനെ സംസാരിച്ചു. ശിരസ്സു കുനിച്ചുകൊണ്ട് രാമൻ പിതൃപാദങ്ങൾ സ്പർശിക്കുകയും ചെയ്തു. ദശരഥൻ രാമനെ തന്നോടടുപ്പിച്ചു നിർത്തി ശിരസിൽ തലോടി. അദ്ദേഹം പറഞ്ഞു, മകനേ, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അവ അമൂല്യരത്നങ്ങളാണ്. അത് നിഷേധിക്കത്തക്ക വിഡ്ഢിത്തം എനിക്കില്ല. ഈ നിമിഷം തന്നെ ഞാൻ ചതുരംഗസേനയോടൊപ്പം പോയി എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും മഹർഷിയുടെ യജ്ഞം രക്ഷിക്കും. പക്ഷേ അതിന് നിന്നെ അയക്കുക എന്ന കാര്യം എന്റെ മനസ്സ് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ മാത്രം യുദ്ധകലയിലും ആയുധപ്രയോഗത്തിലും പരിശീലനം പൂർത്തിയാക്കിയ നിന്നെ ആ രാക്ഷസന്മാരുടെ കൈകളിലേക്ക് അയക്കുകയെന്ന ആലോചന എനിക്ക് ചിന്തിക്കാനാകുന്നില്ല. ഒരച്ഛനും സ്വന്തം കുട്ടികളെ ബോധപൂർവം നരിയുടെ വായിലേക്ക് എറിഞ്ഞുകൊടുക്കുകയില്ല. മാത്രമല്ല, ദുഃഖത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് ഞങ്ങളെ തള്ളിവിടുന്നത് നിന്നെ സംബന്ധിച്ചും ശരിയാണോ? തപസ്സു ചെയ്തിട്ടാണ് നിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങളുടെ ജീവാശ്വാസം പോലെ നിന്നെ പോറ്റിവളർത്തുകയും ചെയ്തു. കഷ്ടം. വിധിയെന്ന ഞങ്ങൾക്ക് വിപരീതമായി വരുമ്പോൾ ആർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഞാൻ നിന്നെയോ മറ്റാരെയുമോ കുറ്റപ്പെടുത്തുന്നില്ല. ഇത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലമാണ്. തലയിൽ കൈവച്ചുകൊണ്ട് ദശരഥൻ വിലപിച്ചു. ഇത് കണ്ടപ്പോൾ രാമൻ പുഞ്ചിരിച്ചു. അച്ഛാ, എന്താണീ ദൗർബല്യം? അങ്ങ് ഞങ്ങളെ നരിയുടെ വായിൽ തള്ളുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അർപ്പിക്കപ്പെടാൻ ഞങ്ങൾ ആടുകളൊന്നുമല്ലെന്ന് അങ്ങ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ഞങ്ങൾ സിംഹക്കുട്ടികളാണെന്ന് വിശ്വസിക്ക്. അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ പുണ്യകർമ്മത്തിനായി ഞങ്ങളെ അയക്കൂ. രാജാക്കന്മാർ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വൈകിക്കരുത്. രാമന്റെ ഈ നിശിതമായ വാക്കുകൾ കേട്ട് വസിഷ്ഠൻ എഴുന്നേറ്റു. ദശരഥ, താങ്കൾ സിംഹത്തിന്റെ ഗർജനം കേട്ടോ? ഇനി എന്തിനു കുറുകുന്നു? എഴുന്നേൽക്കൂ. വിവരമറിയിച്ച് അമ്മാരെ വരുത്തൂ. പുത്രന്മാരെ വിശ്വാമിത്രന്റെ കൈയിലേൽപ്പിക്കുകയും ചെയ്യൂ. ഇതു കേട്ടപ്പോൾ ദശരഥന് അനുസരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ തനിക്ക് കഴിയുകയില്ലെന്നു തോന്നി. രാജഭടന്മാരെ വരുത്താൻ ആളെ വിടുകയും ചെയ്തു. രാജഭടന്മാർ വന്നു. അവർ മുട്ടുപടം ധരിച്ചിരുന്നു. അവർ മഹർഷിമാരുടെയും ദശരഥന്റെയും പാദങ്ങൾ സ്പർശിച്ചു. അനന്തരം കുട്ടികളുടെ അടുത്തേക്ക് നീങ്ങി. അമ്മമാർ പ്രേമാങ്കുലികളെക്കൊണ്ട് അവരുടെ തലയിലെ കിരീടങ്ങളെ തടവുകയും ചെയ്തു. വസിഷ്ഠൻ ആദ്യം അവരോട് സംസാരിച്ചു. മാതാവേ, രാക്ഷസന്മാരുടെ ഇടപെടലിൽ നിന്നും തടസ്സപ്പെടുത്തലിൽ നിന്നും വിശ്വാമിത്രന്റെ യജ്ഞം കാത്തുരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാമനും ലക്ഷ്മണനും ഇന്ന് വിശ്വാമിത്രന്റെ കൂടെ പോവുകയാണ്. പോകുന്നതിനു മുമ്പ് അവരെ അനുഗ്രഹിക്കൂ. കൗസല്യാവചനം ഇത് കേട്ടപ്പോൾ കൗസല്യസാശ്വരം തലയുയർത്തി പറഞ്ഞു, ഞാൻ എന്താണീ കേൾക്കുന്നത്? മഹാനായ ഋഷി ചെയ്യുന്ന യജ്ഞം കാത്തുരക്ഷിക്കേണ്ടത് ഈ പിഞ്ചുകുട്ടികളോ? ദിവ്യശക്തിയുള്ള മന്ത്രങ്ങൾ തന്നെ ഏറ്റവും ഉത്തമമായ കവചങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. ഉപദ്രവങ്ങളിൽ നിന്നും യജനം സംരക്ഷിക്കാനുള്ള ഭാരം ഏറ്റെടുക്കാൻ വെറും മനുഷ്യൻ എങ്ങനെ ധൈര്യപ്പെടും? യജനത്തിന്റെ വിജയകരമായ പര്യവസാനം അതിൽ പങ്കെടുക്കുന്ന പൗരോഹിത്യത്തിന്റെ തപസ്സിമേലാണ് അധിഷ്ഠിതമായിട്ടുള്ളത്. ഇതു ശരിയായെന്നു വസിഷ്ഠൻ ബോധ്യപ്പെട്ടു. പക്ഷേ എങ്കിലും അതിന് കുറേക്കൂടി വിശദീകരണം ആവശ്യമാണെന്നു അദ്ദേഹത്തിന് തോന്നി. കൗസല്യാമാതാവേ, വിശ്വാമിത്രന്റെ യജനം ഒരു സാധാരണ കർമ്മമല്ല. പല പ്രതിബന്ധങ്ങളും അതിനെ ബാധിക്കുന്നു. അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടാക്കുന്നു. വസിഷ്ഠൻ ഈ വിവരണം തുടർന്നുകൊണ്ടിരിക്കെ കൗസല്യ ഇടപെട്ടുകൊണ്ടു പറഞ്ഞു, തപസ്വിനികളും ഋഷികളും ചെയ്യുന്ന യജനങ്ങളിൽ ഉത്കണ്ഠ നിഴൽ വീശുന്നുവെന്ന് കേൾക്കുമ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു. പരിശുദ്ധമായൊരു തീരുമാനത്തിനെതിരായി നിൽക്കാൻ യാതൊരു ശക്തിക്കും സാധ്യമല്ലെന്നു ഞാൻ വിശ്വസിക്കുന്നു.
പരമമായ ജ്യോതിസ്സും ശാന്തിയും വെളിപ്പെടുത്തുന്നതിനാണ് മഹർഷി ആ ആഗ്രഹം വളർത്തിക്കൊണ്ടിരിക്കുന്നതും അതിന്റെ പൂർത്തീകരണത്തിനായി അർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതാണെന്റെ ഊഹം. രാജാവിന് കുട്ടികളോടുള്ള ബന്ധം പരീക്ഷിക്കാനായിരിക്കും മഹർഷി ഈ അപേക്ഷ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സർവ്വവിധത്തിലുമുള്ള ഗൂഢവും അസാധാരണവുമായ ശക്തികളൊക്കെയുള്ള വിശ്വാമിത്ര മഹർഷി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഈ യജ്ഞം, ശൈശവത്തിന്റെ ഈ ഇളം മുളകൾ ആപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമെന്ന് നമുക്കെങ്ങനെ വിശ്വസിക്കാനാകും? രാമന്റെ തലമുടി തൊട്ടുഴോടിക്കൊണ്ടിരിക്കെ കൗസല്യ ഇതു പറയുമ്പോൾ ആ സംസാരം കേട്ടുകൊണ്ടിരുന്ന ദശരഥൻ പെട്ടെന്ന് സത്യം മനസ്സിലാക്കി. അദ്ദേഹം ധീരമായ ഒരു തീരുമാനമെടുത്തു. അതെ, കൗസല്യയുടെ വാക്കുകൾ സത്യം വെളിപ്പെടുത്തുന്നു. ഇത് എന്നെ പരീക്ഷിക്കാനുള്ള ഒരു സൂത്രം മാത്രമാണ്. എനിക്ക് തീർച്ചയായി. ഗുരു, ഈ ദുർബലനായ എനിക്ക് എങ്ങനെ അങ്ങയുടെ പരീക്ഷ അഭിമുഖീകരിക്കുവാൻ കഴിയും? അങ്ങയുടെ ആഗ്രഹം എന്തായാലും ഞാൻ അതുപ്രകാരം ചെയ്യാം. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദശരഥൻ വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വസിഷ്ഠൻ അദ്ദേഹത്തെ നോക്കിപ്പറഞ്ഞു, മഹാരാജാവേ, താങ്കൾ ധാർമ്മികതയുള്ളവനാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു. ഈ കുട്ടികൾ സാധാരണക്കാരല്ല. അവരുടെ കുശലതകളും പ്രാപ്തികളും അതിരറ്റതാണ്. ഞങ്ങൾക്കറിയാം, മറ്റുള്ളവർക്കുമറിയാം. ഈ അവസരം അവരുടെ വിജയയാത്രയുടെ ഉദ്ഘാടനം മാത്രമാണ്, അവരുടെ വിജയപൂർണമായ ജീവിതത്തിന്റെ ചരിത്രത്തിനുള്ള നാന്ദിയാണ്. ധർമ്മരക്ഷാവ്രതം അവർ ഏറ്റെടുക്കുന്നതാനാണ്. വിജയവധുവോടുകൂടി അവർ വേഗം തിരിച്ചെത്തും. അതുകൊണ്ടിനി കൂടുതൽ ചിന്തിക്കാതെ കുട്ടികളെ സന്തോഷപൂർവ്വം വിശ്വാമിത്രനെ ഏൽപ്പിക്കൂ. വസിഷ്ഠൻ കുട്ടികളെ അടുത്തു വിളിച്ച് തന്റെ പവിത്രമായ കൈത്തലം അവരുടെ ശിരസിൽ വെച്ചു. തന്റെ അനുഗ്രഹം അവർക്കർപ്പിക്കുന്ന ചില മന്ത്രങ്ങൾ ചൊല്ലി. കുട്ടികൾ അമ്മമാരുടെ പാദങ്ങളിലും നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം സ്വീകരിച്ചു. അവർ പുറപ്പെടാൻ തയ്യാറായി നിന്നു. ദശരഥൻ അവരുടെ മുഖങ്ങളിൽ പ്രസരിക്കുന്ന ആനന്ദത്തിന്റെയും ധൈര്യത്തിന്റെയും തിളക്കം കണ്ടു. ഉള്ളിൽ ഉയർന്നുവരുന്ന ദുഃഖത്തെ അദ്ദേഹം അടക്കി നിർത്തി. കുട്ടികളുടെ ചുമലിൽ കൈകൾ വെച്ചു. അദ്ദേഹം വിശ്വാമിത്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടു പറഞ്ഞു, ഇവർ രണ്ടുപേരും ഗുരോ, ഇന്നുമുതൽ അങ്ങയുടെ പുത്രരാണ്. അവരുടെ ആരോഗ്യവും സുഖവും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. കുറേ രക്ഷാഭടന്മാരെ കൂടെ അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം അങ്ങനെ ചെയ്യാം. ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പൊട്ടിച്ചിരിച്ചു. ഹേ രാജാവേ, നിങ്ങൾക്കും യഥാർത്ഥമായും ഭ്രാന്താണ്. സർവ്വപ്രതിബന്ധങ്ങളിൽ നിന്നും യജ്ഞത്തെ കാത്തുരക്ഷിക്കാൻ പോകുന്ന ഈ ധീരാത്മാക്കളെ രക്ഷിക്കുന്നവർ ആരെങ്കിലുമുണ്ടോ? നമുക്ക് രക്ഷിക്കാൻ സാധിക്കാത്ത യജ്ഞത്തെ രക്ഷിക്കാനാണ് അവർ പുറപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ശക്തന്മാരായ വീരന്മാർക്ക് അവരെ രക്ഷിക്കാൻ ആരെങ്കിലും ആവശ്യമുണ്ടോ? തീർച്ചയായും കുട്ടികളോടുള്ള സ്നേഹം നിങ്ങളെ അന്ധനാക്കിയിരിക്കുന്നു. രാജാവേ, ഞാനെന്ത് കാര്യത്തിനാണോ അവരെ കൊണ്ടുപോകുന്നത് ആ കാര്യം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ നിങ്ങളുടെ സമീപം കൂട്ടിക്കൊണ്ടുവരും. അസ്വസ്ഥപ്പെടാതെ ധാർമ്മികമായി രാജ്യം ഭരിക്കൂ. വിശ്വാമിത്രൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. ഓരോരുത്തരും മഹർഷിയെ കൈകൂപ്പി വണങ്ങി. അദ്ദേഹം ആദ്യമായി സഭാലത്തിൽ നിന്നും പുറത്തുകടന്നു. രാജകുമാരന്മാർ അദ്ദേഹത്തെ അനുഗമിച്ചു. രാജധാനിയുടെ പ്രധാന കവാടത്തിനടുത്തെത്തിയ ഉടനെ ജനങ്ങൾ ദേവവാദ്യത്തിന്റെ ശബ്ദം കേട്ടു. ആകാശത്തിൽ നിന്നും കാഹളത്തിന്റെ പ്രതിധ്വനിയും കേൾക്കാറായി. അവരുടെ മേൽ പുഷ്പവൃഷ്ടിയുണ്ടായി. അവർ നടന്നുപോകുമ്പോൾ ഓരോ വാതിൽക്കൽ നിന്നും ശംഖധ്വനി മുഴങ്ങി. വീഥിയിൽ കാഹളശബ്ദവും ഇടയ്ക്കിടെ പുറപ്പെടുവിക്കപ്പെട്ടിരുന്നു. അവരെ കണ്ടപ്പോൾ മുതിർന്ന സിംഹത്തിന്റെ പിന്നാലെ 2 സിംഹക്കുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ള നഗരവാസികൾക്കും തോന്നി. രാജകുമാരന്മാർ നഗ്നപാതരായി എന്തിനാണ് നടക്കുന്നതെന്നും ആ പ്രസിദ്ധനായ മഹർഷിയുടെ കൂടെ എന്തിനാണ് രാജധാനി വിട്ടുപോകുന്നതെന്നും ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവരോട് അവരെന്തിനാണ് പോയതെന്നന്വേഷിക്കാൻ തുടങ്ങി. മന്ത്രിമാർ, പരിജനങ്ങള്, നഗരവാസികൾ എന്നിവർ അവരെ നഗരകവാടം വരെ മാത്രമേ അനുഗമിച്ചിട്ടുള്ളൂ. കാരണം അതായിരുന്നു രാജകൽപ്പന. അവിടെ വെച്ച് രാജകുമാരന്മാരോട് അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ബല, അതിബല. മൂവരും യാത്ര തുടർന്നു. വിശ്വാമിത്രൻ വഴികാണിച്ചുകൊണ്ട് മുന്നിലും പിന്നിൽ രാമനും അതിനു പിന്നിൽ ലക്ഷ്മണനും നടന്നു. അവർ വഴിയുടെ ഇരുവശങ്ങളിലും വരിവരിയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വൃക്ഷങ്ങൾ കണ്ടു. അവരുടെ മുന്നിൽ വെളിപ്പെടുത്തപ്പെട്ട പ്രകൃതി സൗന്ദര്യം കൊണ്ട് അവർ ഉള്ളുനിറച്ചു. കുറേ ദൂരം സഞ്ചരിച്ച ശേഷം അവർ മനുഷ്യവാസം തീരെയില്ലാത്ത ഒരു കൊടുങ്കാട്ടിൽ കടന്നു. അവിടെ നിന്നങ്ങോട്ട് അവർ ചർമ്മം കൊണ്ടുള്ള കയ്യുറകളും വിരലൂരകളും ധരിക്കണമെന്ന് വിശ്വാമിത്രൻ കൽപ്പിച്ചു. അതുവരെ ചുമലിൽ തൂങ്ങിയിരുന്ന വില്ലെടുത്ത് പ്രയോഗത്തിന് തയ്യാറായ നിലയിൽ കയ്യിൽ ധരിക്കാനും മഹർഷി ആവശ്യപ്പെട്ടു. ബാലന്മാർ അങ്ങനെ തയ്യാറെടുത്തു. അവർ നിശബ്ദവും ഭീഷണപ്രഭവുമായ വനത്തിലൂടെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ നിർഭയരും തേജസ്വികളുമായി ആ പ്രദേശത്തിന്റെ അധിനായകന്മാരായി തങ്ങളെന്ന വിധം നടന്നു നീങ്ങി. താമസിയാതെ അവർ സരയൂ തീരത്തെത്തി. സൂര്യൻ അസ്തമി. മഹർഷിയെ കൈകൂപ്പി വണങ്ങി. അദ്ദേഹം ആദ്യമായി സഭാതലത്തിൽ നിന്നും പുറത്തുകടന്നു.
രാജകുമാരന്മാർ അദ്ദേഹത്തെ അനുഗമിച്ചു. രാജധാനിയുടെ പ്രധാന കവാടത്തിനടുത്തെത്തിയുടനെ ജനങ്ങളുടെ ദേവവാദ്യത്തിന്റെ ശബ്ദം കേട്ടു. ആകാശത്തുനിന്നും കാഹളത്തിന്റെ പ്രതിധ്വനിയും കേൾക്കാറായി. അവർ നടന്നുപോകുമ്പോൾ ഓരോ വാതിൽക്കൽ നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി. വീഥിയിൽ കാഹളശബ്ദവും ഇടയ്ക്കിടെ ശംഖധ്വനി മുഴങ്ങി. അവരെ കണ്ടപ്പോൾ മുതിർന്ന സിംഹത്തിന്റെ പിന്നാലെ 2 സിംഹക്കുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ പ്രായത്തിലുള്ള നഗരവാസികൾക്കും തോന്നി. രാജകുമാരന്മാർ നഗ്നപാതരായി എന്തിനാണ് നടക്കുന്നതെന്നും ആ പ്രസിദ്ധനായ മഹർഷിയുടെ കൂടെ എന്തിനാണ് രാജധാനി വിട്ടുപോകുന്നതെന്നും ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരും മറ്റുള്ളവരോട് അവരെന്തിനാണ് പോയതെന്നന്വേഷിക്കാൻ തുടങ്ങി. മന്ത്രിമാർ, പരിജനങ്ങൾ, നഗരവാസികൾ എന്നിവർ അവരെ നഗരകവാടം വരെ മാത്രമേ അനുഗമിച്ചിരുന്നുള്ളൂ. കാരണം അതായിരുന്നു രാജകൽപ്പന. അവിടെ വെച്ച് രാജകുമാരന്മാരോട് അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ബല, അതിബല. മൂവരും യാത്ര തുടർന്നു. വിശ്വാമിത്രൻ വഴികാണിച്ചുകൊണ്ട് മുന്നിലും പിന്നിൽ രാമനും അതിനു പിന്നിൽ ലക്ഷ്മണനും നടന്നു. അവർ വഴിയുടെ ഇരുവശങ്ങളിലും വരിവരിയായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വൃക്ഷങ്ങൾ കണ്ടു. അവരുടെ മുന്നിൽ വെളിപ്പെടുത്തപ്പെട്ട പ്രകൃതിസൗന്ദര്യം കൊണ്ട് അവർ ഉള്ളുനിറച്ചു. കുറേ ദൂരം സഞ്ചരിച്ച ശേഷം അവർ മനുഷ്യവാസം തീരെയില്ലാത്ത ഒരു കൊടുങ്കാട്ടിൽ കടന്നു. അവിടെ നിന്നെങ്ങോട്ട് അവർ ചർമ്മം കൊണ്ടുള്ള കയ്യുറകളും വിരലുറകളും ധരിക്കണമെന്ന് വിശ്വാമിത്രൻ കൽപ്പിച്ചു. അതുവരെ ചുമലിൽ തൂങ്ങിയിരുന്ന വില്ലെടുത്ത് പ്രയോഗത്തിന് തയ്യാറായ നിലയിൽ കയ്യിൽ ധരിക്കാനും മഹർഷി ആവശ്യപ്പെട്ടു. ബാലന്മാർ അങ്ങനെ തയ്യാറെടുത്തു. അവർ നിശബ്ദവും ഭീഷണപ്രഭാവവുമായ വനത്തിൽ കൂടി കെട്ടുപിണഞ്ഞുകിടക്കുന്ന കുറ്റിച്ചെടികൾക്കിടയിലൂടെ നിർഭയരും തേജസ്സികളുമായി ആ പ്രദേശത്തിന്റെ അധീനകന്മാരെന്ന് തങ്ങളെ വിധം നടന്നു നീങ്ങി. താമസിയാതെ അവർ സരയൂ തീരത്തെത്തി. സൂര്യൻ അസ്തമി. Here is the read aloud transcription of the Malayalam text. കാൻ തയ്യാറാവുകയാണ്. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോട് മൃദുവും മധുരവുമായ വാക്കുകൾ പറഞ്ഞു. വത്സന്മാരെ, താമസിക്കാതെ നദീതടത്തിലേക്ക് പോയി കൈകാലുകൾ കഴുകിവരൂ. ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 മന്ത്രങ്ങൾ ഉപദേശിക്കാം. ഇവ മന്ത്രങ്ങളിലൂടെ മകുടരത്നങ്ങളാണ്. ബല എന്നും അതിബല എന്നുമാണ് അവയുടെ പേര്. അവയ്ക്ക് ഏറ്റവുമധികം മന്ത്രശക്തിയുണ്ട്. നിങ്ങൾ എത്ര ക്ഷീണിച്ചാലും ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് നവോന്മേഷം പ്രദാനം ചെയ്യും. നിങ്ങൾ എത്ര കഠിനമായി അധ്വാനിച്ചാലും നിങ്ങളെ തളർച്ചയിൽ നിന്നും പരിപൂർണമായി തടയും. നിങ്ങൾക്ക് ഒരു രോഗവും വരാൻ ഈ മന്ത്രങ്ങൾ അനുവദിക്കുകയില്ല. എല്ലാ രാക്ഷസീശക്തികളിൽ നിന്നും അവ നിങ്ങളെ സംരക്ഷിക്കും. മാത്രമല്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചാൽ വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല. അത്യധികം ആരോഗ്യവും നൽകുകയും ചെയ്യും. അവ നിങ്ങളിൽ ആനന്ദവും ഉന്മേഷവും ചൊരിയും. ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തും. രാമ, മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവയാണീ മന്ത്രങ്ങൾ. അവ ഇതര മന്ത്രങ്ങളെക്കാൾ ഉജ്ജ്വലവും ഉദ്ദിഷ്ടഫലദായക ശക്തിയുള്ളതുമാണ്. വിശ്വാമിത്രൻ വളരെയേറെത്തോളം ഈ മന്ത്രങ്ങളുടെ മഹിമയെപ്പറ്റി രാമലക്ഷ്മണന്മാരോട് വിസ്തരിച്ചു. രാമനോടിതൊന്നും പറയേണ്ടതുണ്ടായിരുന്നില്ല. അത്ഭുതത്തോടെ അവരിതെല്ലാം ശ്രദ്ധിച്ചുകേട്ടു. ഇതിനിടയ്ക്ക് ലക്ഷ്മണൻ ഉള്ളിൽ ചിരിയോടെകൂടി മഹർഷിയെയും രാമനെയും സൂക്ഷ്മവീക്ഷണം നടത്തുകയായിരുന്നു. ധർമ്മസംസ്ഥാപനത്തിനായി രാമൻ അവതരിച്ചിട്ടുള്ള ലോകത്തില് ഈ സംഭവം നല്ലൊരു പാഠമാണ്. വാക്കുകളെക്കൊണ്ടല്ലാതെ പെരുമാറ്റം കൊണ്ട് രാമൻ പഠിപ്പിച്ച ഒരു പാഠമാണിത്. എത്ര സമുന്നതനായാലും ഒരുവന് മായയിൽ നിന്നും രക്ഷപ്രാപിക്കാൻ സാധ്യമല്ല. അതൊരു നിമിഷം കൊണ്ട് കീഴ്മേൽ മറിക്കും. താൻ ശരീരമാണെന്ന വിശ്വാസത്തിൽ ഉറച്ചുനിൽക്കുന്ന കാലത്തോളം മായയ്ക്ക് ഇരയുടെ മേലുള്ള പീട്ടി അയഞ്ഞുകാണുകയില്ല. പേരുണ്ടോ, പ്രശസ്തി കൊണ്ടോ, വൈഭവം കൊണ്ടോ, ബുദ്ധികൊണ്ടോ താനധീനമാക്കാൻ ശ്രമിക്കുന്ന ആളെ അത് ഭയപ്പെടുത്തുകയില്ല. നാമരൂപങ്ങളെ ഉപേക്ഷിക്കുകയും ശരീരബോധത്തിൽ നിന്നും മാറി ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠനാവുകയും ചെയ്യുമ്പോഴല്ലാതെ വ്യക്തിക്ക് മായ അടിച്ചേൽപ്പിക്കുന്ന മിഥ്യകളിൽ നിന്നും മോചനം നേടാൻ സാധ്യമല്ല. ഇതായിരുന്നു പാഠം. കാരണം ഇത് മനസ്സിലാക്കൂ, വിശ്വാമിത്രൻ ഈ 2 ശക്തിയുള്ള മന്ത്രങ്ങൾ സ്വായത്തമാക്കിയിരുന്നു. അദ്ദേഹം വശിച്ചൊരാധ്യാത്മിക നിധി സമ്പാദിച്ചുവച്ചിട്ടുണ്ട്. തനിക്ക് അതിപ്രശസ്തങ്ങളായ വിഭവങ്ങളുണ്ടെങ്കിലും താൻ നടത്താനുദ്ദേശിക്കുന്ന യജ്ഞത്തെ, മുടക്കാൻ ശ്രമിക്കുന്ന രാക്ഷസ സമൂഹത്തെ തോൽപ്പിച്ച് നശിപ്പിക്കാൻ രാമനു മാത്രമേ ശക്തിയുള്ളൂവെന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടിരുന്നു. രാമന്റെ ദിവ്യമായ അധീശത്വത്തിനു നേരെ അസൂയയായിരിക്കത്തക്കവണ്ണം അതിരുകവിഞ്ഞ പുത്രസ്നേഹത്തിനെതിരെ അദ്ദേഹം ദശരഥനെ ഉപദേശിച്ചിട്ടുണ്ട്. സർവ്വലോകത്തിന്റെയും രക്ഷകൻ രാമൻ മാത്രമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. രാമന് പ്രാപിക്കാൻ സാധിക്കാത്ത വീരത്വത്തിന്റെ ഔന്നത്യമൊന്നുമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാലും സാധാരണ ബാലന്മാരെന്ന നിലയിൽ ആ രാജകുമാരന്മാർക്ക് അദ്ദേഹം മന്ത്രങ്ങൾ ഉപദേശിക്കാൻ തയ്യാറാവുകയായിരുന്നു. തീർച്ചയായും മായയാൽ ബന്ധിക്കപ്പെട്ട വിശ്വാമിത്രൻ മിഥ്യയായ ലക്ഷണങ്ങളാൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന വ്യാമോഹത്തിന് കീഴടങ്ങിയിരുന്നു. രാമൻ മഹർഷിയുടെ മേൽ മായയുടെ മുറുക്കിപ്പിടുത്തത്തിനുള്ള ശക്തി വെളിപ്പെടുത്തി. കാരണം
വിശ്വാമിത്രന്റെ മനസ്സ് മായകൊണ്ട് മൂടിയിട്ട് അദ്ദേഹത്തിന് ഈ മന്ത്രോപദേശ പ്രക്രിയയിലേക്ക് സാഭിമാനം പ്രവേശിക്കാനുള്ള പ്രേരണ നൽകിയത് രാമനായിരുന്നു. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമനും ലക്ഷ്മണനും നദിയിൽ സ്നാനം കഴിച്ചുവന്നു. മഹർഷി രാമന്റെ സമീപം വന്ന് 2 മന്ത്രങ്ങളും ഉപദേശിച്ചു. ആചാര്യൻ ചൊല്ലിയതുപോലെ തന്നെ രാമൻ മന്ത്രം ചൊല്ലി. മന്ത്രം പഠിച്ചാൽ പുതിയ ശിഷ്യൻ ചെയ്യേണ്ട തരത്തിൽ ശിരസ് നമനം ചെയ്തു. ലക്ഷ്മണനും അപ്രകാരമെല്ലാം ചെയ്തു. അവർ വിശ്വാമിത്രന്റെ ശിഷ്യന്മാരാവാൻ സമ്മതിച്ചിരിക്കുന്നുവെന്ന മട്ടിൽ തലകുനിച്ചു. നേരം ഇരുട്ടിത്തുടങ്ങി. നിലത്ത് നിബിഡമായി വളർന്നിരുന്ന പുല്ല് ആ സഹോദരന്മാർ മെത്തപോലെയാക്കി. അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ വിശ്വാമിത്രൻ അവരുടെ അടുത്തുനിന്ന് പുരാണകഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. വളരെ ദൂരം നടന്ന ക്ഷീണത്തിന്റെ ഫലമെന്ന വണ്ണം ഉടനെ കുട്ടികൾ ഉറങ്ങിയെന്നു തോന്നി. വിശ്വാമിത്രൻ കഥ നിർത്തി തന്റെ വിധിയെയും ലക്ഷ്യത്തെയും സംബന്ധിച്ച ചിന്തകളിൽ മുഴുകി. നേരം പുലർന്നു. സഹോദരന്മാർ ഉറങ്ങിയ സ്ഥലത്തുള്ള മരത്തിന്മേൽ വിവിധ വർണ്ണങ്ങളുള്ള പക്ഷികൾ വന്നിരുന്നു. അവ ശിവനിൽ ലയിച്ചു. ധാർമ്മിക പഥാവലംബികളായവർക്കു മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നമുക്ക് രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാം. നാളെ ഗംഗാസ്നാനം കഴിഞ്ഞ് യാത്ര തുടരാം. വിശ്വാമിത്രന്റെ അഭിപ്രായം കേട്ട് രാമലക്ഷ്മണന്മാർക്ക് സന്തോഷമടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അവർ പരിശുദ്ധമായ ഗംഗാനദിയിൽ സ്നാനം ചെയ്തു. ഇതിനിടയിൽ വനാന്തരത്തിലെ ആശ്രമങ്ങളിൽ വാർത്ത പരന്നു. വിശ്വാമിത്രൻ ആഗതനായിട്ടുണ്ടെന്നും അദ്ദേഹത്തോടൊപ്പം ചക്രവർത്തിയുടെ 2 വീരപുത്രന്മാരുണ്ടെന്നും. അനേകം പേർ അവരെ സ്വാഗതം ചെയ്യാനും തങ്ങളുടെ ആശ്രമങ്ങളിൽ അവരെ സ്വീകരിക്കാനും പാഞ്ഞെത്തി. അന്നു രാത്രി മഹർഷിയും രാജകുമാരന്മാരും ശ്രീപരമേശ്വരന്റെ ആശ്രമത്തിൽ താമസിച്ചു. അവർ ഫലമൂലങ്ങൾ കഴിച്ചു. താൽപര്യപൂർവ്വം ആശ്രമത്തിലെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ പറഞ്ഞുകൊടുത്ത കഥകൾ ശ്രദ്ധിച്ചു. ആ ആനന്ദത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ സമയം വളരെ വേഗം ഒഴുകിപ്പോയി. നേരം പുലർന്നപ്പോൾ അവർ കുളിയും നിത്യകർമ്മങ്ങളും കഴിഞ്ഞ് ആശ്രമവാസികളോട് പ്രേമപൂർവ്വം യാത്ര പറഞ്ഞു പിരിഞ്ഞു. അവർ യാത്ര തുടങ്ങി. ഗുരുവും അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് 2 ശിഷ്യന്മാരും മൈനസ് അവർക്ക് ഗംഗാനദി കടക്കേണ്ടതുണ്ടായിരുന്നു. ആ പ്രദേശത്തിലെ ചിലർ അവരെ തോണിയിൽ മറുകരയിലെത്തിച്ചു. അനന്തരം അവർ ഭക്ത്യാദരങ്ങളോടെ യാത്ര പറഞ്ഞ് തിരിച്ചുപോകുന്നതിനു മുമ്പ് വിശ്വാമിത്രനെ നമസ്കരിച്ചു. ഈ ആദരവ് വിശ്വാമിത്രനിൽ സംതൃപ്തിയുളവാക്കി. അവരുടെ അഗാധമായ ഭക്തിയും അർപ്പണബോധവും കണ്ട് വിശ്വാമിത്രൻ വളരെ മതിപ്പായി. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു മടക്കി അയച്ചു. ഈ ഘട്ടത്തിൽ കരയിൽ ശക്തിയായി മുന്നോട്ടു പോകുന്ന അന്തർഭൗമമായ പ്രവാഹത്തിന്റെ മുഴക്കം പോലെയുള്ള ഒരു ശബ്ദം അവരുടെ ശ്രവണപുടങ്ങളെ ഭേദിച്ചു. തിരകളുടെ അറ്റത്ത് വെള്ളനുരയുടെ നീണ്ട ശൃംഖലയോടുകൂടി നദീജലം ചീറുകയും ഉയരുകയും ചെയ്യുന്നത് അവർ കണ്ടു. രാമൻ മഹർഷിയോട് ചോദിച്ചു, ഗുരോ, ഇത്ര പെട്ടെന്ന് കേശാദിച്ച വെള്ളപ്പൊക്കം കൊണ്ട് നദീതടം ആകെ നിറഞ്ഞതെങ്ങനെയാണ്? അവയ്ക്ക് ഇത്ര വേഗത്തിലും ഉയരത്തിലും എങ്ങനെ പൊങ്ങാൻ കഴിഞ്ഞു? മഹർഷി മറുപടി പറഞ്ഞു, ജലസമുദ്ഭവവും ക്ഷുബ്ധവുമായ സരയു ശാന്തവും നിശ്ശബ്ദവുമായ ഗംഗയിൽ പതിക്കുന്നത് ഈ സ്ഥലത്തു വെച്ചാണ്. അതുകൊണ്ടാണ് ഈ മാറ്റൊലിയും മുഴക്കവുമൊക്കെ. മഹർഷി ഈ വാക്കുകളെക്കുറിച്ച് പ്രശാന്തവും അശ്രദ്ധവുമായിട്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതൊരു പരിചിത രംഗം മാത്രം. അദ്ദേഹം തുടർന്നു, രാമ, വളരെ പണ്ടുകാലത്ത് ഒരു ഘട്ടത്തിൽ ബ്രഹ്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കൈലാസത്തിന്റെ സമീപത്ത് ഒരു വലിയ തടാകം രൂപം കൊണ്ടു. ഇത് മാനസസരോവരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിന്റെ അർത്ഥം മനസ്സിന്റെ തടാകം എന്നാണ്. ദേവന്മാർ അങ്ങനെയാണ് പേരിട്ടത്. മഞ്ഞുരുകുകയും മഴ പെയ്യുകയും ചെയ്യുമ്പോൾ തടാകം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ മാനസസരോവരത്തിൽ നിന്നും പുറത്തേക്കൊഴുകിപ്പോകുന്ന വെള്ളമാണ് സരയൂ നദിയായത്. ഇത് അയോധ്യയുടെ അടുത്തുകൂടി ഗംഗയിലേക്കൊഴുകുന്നു. സരയു പുണ്യനദിയാണ്. ബ്രഹ്മാവിന്റെ ഇച്ഛയ്ക്കനുസരിച്ചുണ്ടായ തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഇതിനു കാരണം. അങ്ങനെ നാട്ടിലെ നദികളുടെയും മേൽ വെളിച്ചം വീശുന്ന വികാരോജ്വലങ്ങളായ കഥകൾ കേട്ടുകൊണ്ട് അവർ യാത്ര തുടർന്നു. താടകാവനം. അവർ വൃക്ഷനിബിഡവും അന്ധകാരവൃതവുമായ ഒരു കാട്ടിലേക്ക് കടന്നു. തികച്ചും ഭയാനകമായിരുന്നു ആ സ്ഥലം. രാമൻ ഗുരുനാഥനോട് ചോദിച്ചു, എന്നെങ്കിലും മനുഷ്യൻ ഇതിൽ കൂടി കടന്നുപോയ ഒരു അടയാളവും കാണുന്നില്ലല്ലോ? അതിനൊരുത്തരം കിട്ടുന്നതിനു മുമ്പ് ഒരു വലിയ സംഘം മൃഗങ്ങൾ, നരി, സിംഹം, പുള്ളിപ്പുലി, പിന്നെ ഒരു കൂട്ടം ചെറുമൃഗങ്ങൾ, ക്രൂദ്ധഹൃദയങ്ങളിൽ നിന്നും തുടർച്ചയായി പുറപ്പെട്ടുകൊണ്ടിരുന്ന ഘോരമായ ഗർജനം അവരുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തി. ഭൂമി പൊട്ടിപ്പിളർന്നുകൊണ്ടിരിക്കുന്നുവെന്നു തോന്നി. വന്യമൃഗങ്ങൾ പരസ്പരം മാരകമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും ചിലവ ഭീഷണമായ മൃത്യുരംഗത്തിൽ നിന്നും കുറ്റിക്കാടുകളിലേക്ക് ഓട്ടി രക്ഷപ്പെടുന്നതും അവർ കണ്ടു.
ആകാശമുട്ടയടുത്ത് തിങ്ങി നിറഞ്ഞു വളർന്നുവരുന്നതും ശാഖകൾ നാലുപാടും പരന്ന് നിഴൽ വിരിക്കുന്നതുമായ വൻവൃക്ഷങ്ങളുടെ പേരാൽ ദേവദാര് തുടങ്ങിയവയുടെ ആവാസസ്ഥാനമായിരുന്നു ആ വനഭാഗം. കാലടികളെ സഹായിക്കുന്ന യാതൊരു മാർഗവും അവിടെയുണ്ടായിരുന്നില്ല. പോകാനുള്ള വഴി അവർക്ക് സ്വയം വെട്ടിത്തെളിക്കേണ്ടിവന്നു. ലക്ഷ്മണൻ ജിജ്ഞാസാശേഷം അടയ്ക്കാൻ കഴിഞ്ഞില്ല.